പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്പാർക്കിൽ നമ്മുടെ ബില്ല് പാസ്സായിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതായത് പ്രധാനമായിട്ടും നമുക്ക് പലതരത്തിലുള്ള ബില്ലുകളുണ്ട്. അതിൽ സാലറി ബില്ല്, PF ബില്ല്, ഈ രണ്ട് ബില്ലുകളാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. എങ്ങനെ നമുക്കത് ചെക്ക് ചെയ്യാം, പ്രധാനമായിട്ടും ഫോണിലൂടെ എങ്ങനെ ചെക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും ലാപ്ടോപ്പ് ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മുടെ സാലറി ബില്ല് പാസ്സായിട്ടുണ്ടോ എന്നുള്ളതും, അതേപോലെ തന്നെ നമ്മുടെ PF ബില്ല്, നമ്മുടെ സ്ഥാപനത്തിലെ മറ്റ് ജീവനക്കാരുടെയൊക്കെ ബില്ല് പാസ്സായിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഇപ്പം സ്പാർക്ക് തുറക്കുവാനായിട്ട് നമ്മുടെ ഫോണിലെ ക്രോം ബ്രൗസർ എടുത്തതിന് ശേഷം നമ്മൾ അത് തുറക്കുന്നു. അതിൽ നമ്മുടെ സെർച്ച് എഞ്ചിനിൽ സ്പാർക്ക് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സ്പാർക്കിൻ്റെ വെബ്സൈറ്റിലേക്ക് വരും. അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതുപോലെ നമ്മുടെ സ്പാർക്കിൻ്റെ മെയിൻ പേജിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ യൂസർ കോഡ് നമ്മളവിടെ നൽകേണ്ടതുണ്ട്. യൂസർ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ പെൻ നമ്പറാണ്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പാസ്വേഡ്, ആ പാസ്വേഡ് അവിടെ നൽകുക. തുടർന്ന് തൊട്ട് താഴെ കോഡ് അവിടെ നൽകുക. അതിനുശേഷം സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്താൽ നമുക്കറിയാം ആധാർ OTP ചോദിക്കും. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന ആധാർ OTP നമ്മളവിടെ നൽകേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം നമ്മൾ സ്പാർക്ക് തുറക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലൊരു പേജിലേക്ക് എത്തും. ഇവിടെ നമ്മൾ OK കൊടുക്കുന്നു. നമ്മൾ കൈ കൊണ്ടൊന്ന് ഫോണിലെ സ്ക്രീനൊന്ന് പതുക്കെ വലിച്ചെടുക്കുന്നു. അപ്പോൾ നമ്മൾ ബില്ല് പാസ്സായൊന്ന് ചെക്ക് ചെയ്യാൻ അക്കൗണ്ട്സിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അക്കൗണ്ട്സിലൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക വിരൽ കൊണ്ട്. അപ്പോൾ ഒരു മെസ്സേജ് വരും. ജസ്റ്റ് ഒന്ന് ഇതുപോലൊരു മെസ്സേജ് വരും. ബാക്ക് അടിക്കുക. പിന്നെ നമുക്ക് പോകേണ്ടത് വ്യൂ സബ്മിറ്റഡ് പേബിൾസ് എന്നുള്ള ഓപ്ഷനിലാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ DDO കോഡും ഓഫീസ് നെയിമൊക്കെ ചോദിക്കും. അതൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം അവിടെ ഏത് മാസത്തെ ബില്ലാണ് പാസ്സായോ എന്ന് അറിയേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ നവംബർ മാസം 2024 സെലക്ട് ചെയ്യുന്നു. ഗോ കൊടുക്കുന്നു. അപ്പോൾ ഗോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ബില്ല് അവിടെ കാണാൻ കഴിയും. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഇടത് ഭാഗത്തേക്ക് നീക്കിയാൽ നമുക്കവിടെ വ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ ബിൽ പെയ്ഡ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി രണ്ടാമത്തത് നമ്മുടെ ഒരു PFൻ്റെ ബില്ല് എങ്ങനെയാണ് പാസ്സായത് എന്നുള്ളത് നോക്കുന്നത്. ഇതേ ഓപ്ഷൻ തന്നെയാണ് അക്കൗണ്ട്സിൽ, ബിൽസിൽ തൊട്ട് താഴെ വ്യൂ കണ്ടിജൻസ് ബില്ല് എന്നുള്ളൊരു ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്താൽ കുറച്ചും കൂടി കൂടുതൽ വിവരങ്ങൾ നമ്മളിവിടെ നൽകേണ്ടതുണ്ട്. അവിടെ നമ്മൾ നമ്മുടെ സ്ഥാപനം ഓഫീസ് കോഡ് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഓഫീസിൻ്റെ നെയിം നമ്മൾ സെലക്ട് ചെയ്യുന്നു. DDO കോഡ് നമ്മൾ നൽകുന്നു. തുടർന്ന് എന്താണ് നമുക്ക് ഏത് ബില്ലാണ് പാസ്സായെന്ന് അറിയേണ്ടത്. അപ്പോൾ നമ്മളിവിടെ PF ടെമ്പററി വിഡ്രോൾ എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാസവും ഏത് മാസമാണ് നമ്മൾ ആ ബില്ല് സബ്മിറ്റ് ചെയ്തെന്നുള്ള ആ മാസം അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബില്ല് അവിടെ വരും. അതിലൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് വലത്തോട്ട് വലിച്ച് താഴോട്ട് നമ്മൾ കൈ വിരലുകൊണ്ടൊന്ന് താഴോട്ട് നീക്കിയാൽ നമ്മുടെ ആ ബില്ല് അവിടെ കാണിക്കും. ബില്ലിൻ്റെ അറ്റത്ത് നമുക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നമുക്ക് കാണിച്ചു തരും. ഇങ്ങനെയാണ് നമ്മുടെ ബില്ല്